എസ് ദാസ് മ്യൂസിക്സ് വടകരയുടെ നേതൃത്വത്തിൽ ലോക സംഗീത ദിനവും യോഗാ ദിനവും ആഘോഷിച്ചു. പരിസ്ഥിതി പ്രവർത്തകനും ഗായകനുമായ മണലിൽ മോഹനൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. മയൂരം വെളിച്ചെണ്ണ, ഒരേറെമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം. ലോക സംഗീത ദിനവും യോഗാ ദിനവും എസ് ദാസ് മ്യൂസിക്സ് വടകരയുടെ നേതൃത്വത്തിൽ ആഘോഷിച്ചു. വാർഡ് കൌൺസിലർ ബി രശ്മിയുടെ അധ്യക്ഷതയിൽ പരിസ്ഥിതി പ്രവർത്തകനും ഗായകനുമായ മണലിൽ മോഹനൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. സംഗീതത്തിന്റെ ഓരോ സ്വരവും മറ്റുള്ളവർക്ക് സന്തോഷം പകരാനും ഓരോ താളവും ഹൃദയങ്ങളെ ഒന്നിപ്പിച്ച് സൗഹൃദം വളർത്താനും ഉപകരിക്കുന്നതാണെന്ന് അദ്ദേഹം പറഞ്ഞു. സംഗീത ദിനത്തിന്റെ ആണെങ്കിൽ നമ്മുടെ ഓരോ സ്വരവും, പാട്ടിലെ ഓരോ സ്വരവും സന്തോഷകരമാക്കുക, ഓരോ താളവും നമ്മുടെ ഹൃദയത്തിലേറ്റുക, ഹൃദയ ഐക്യം വർദ്ധിപ്പിക്കുക, ധാരാളം സുഹൃത്തുക്കൾ ഉണ്ടാക്കുക, മനസ്സിൽ അസൂയയും കുശുമ്പും കുന്നായ്മയും അതെത്തിരിയാലും ഉണ്ടാവില്ലേ, അതെല്ലാം ഒഴിവാക്കുക. നമുക്കിതൊക്കെ പറയാൻ എളുപ്പമാണ്, പക്ഷെ പ്രവർത്തിക്കാൻ വലിയ പ്രയാസമാണ് അല്ലേ സുരേഷ്? അപ്പോൾ അതൊക്കെ ഇല്ലാതെ സംഗീതം കൊണ്ട് ഈ ചുറ്റുപാടുമുള്ള നമ്മളുടെ സൗഹൃദങ്ങൾ വർദ്ധിപ്പിക്കുക, ഓരോ പാട്ടിൻ്റെയും സ്വരങ്ങളെ ആ രീതിയിലേക്ക് സന്തോഷകരമാക്കാൻ വേണ്ടി എടുക്കുക, താളത്തെ നമ്മുടെ ഹൃദയ ഐക്യം വർദ്ധിപ്പിക്കുക. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള സൗഹൃദങ്ങൾ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഈ ലോക സംഗീത ദിനത്തിൻ്റെ സന്ദേശം. ആദ്യത്തെ നമ്മുടെ ഇവിടെ ഇപ്പോൾ ഞാനിവിടെ വന്നപ്പോൾ മനോഹരമായിട്ട് നിങ്ങളെല്ലാം പാട്ട് പാടുന്നത് കേട്ടു. വളരെ എനിക്ക് താഴേന്ന് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചത് റെക്കോർഡാണെന്ന് കരുതുന്നു. ഒരു മോള് പാടുന്നത് കേട്ടപ്പോഴും വേറൊരു കുട്ടി പാടുന്നത് കേട്ടപ്പോഴും പിന്നെ മാഷ് പാടുന്നത് ഒരു നല്ല കയ്യടി അവിടെ പാടിയിരിക്കുന്ന മുഴുവൻ കുട്ടികൾ വളരെ മനോഹരമായിട്ട് പാടി നാളത്തെ സിനിമ പിന്നണി ഗായകരും പിന്നണി ഗായകന്മാരും ഒക്കെ ആവേണ്ട കുട്ടികളാണ്. പ്രേംകുമാർ വടകര, അഡ്വക്കേറ്റ് എം കെ സദാനന്ദൻ, റഫീഖ് മുക്കാളി, സുരേഷ് ബാബു കെ, ബിഷാന്ത് വി കെ, പി ശശി തുടങ്ങിയവർ സംസാരിച്ചു. സംഗീത ക്വിസ് മത്സര വിജയികൾക്ക് പ്രേംകുമാർ വടകര സമ്മാനം നൽകി. രക്ഷിതാക്കൾക്ക് അന്താക്ഷരി മത്സരവും നടന്നു. ന്യൂസ് ബ്യൂറോ, മീഡിയ വടകര. വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട്. ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ. ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.